ഇൻകം ടാക്സിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന ചാപ്റ്ററിലെ സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിയുടെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് എന്നുള്ളതാണ്. ഒരു സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിയുടെ ഗ്രോസ് ആനുവൽ വാല്യൂ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മൾ റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഹൗസ് പ്രോപ്പർട്ടിയാണ്. അത് ടാക്സ് പെയറുടെ ഫാമിലി, അവരുടെ പാരന്റ്, സ്പൗസ്, ചിൽഡ്രൻ ഇവരെല്ലാം താമസിക്കുകയാണെങ്കിൽ, അത്തരത്തിലുള്ള ഒരു ഹൗസ് പ്രോപ്പർട്ടിയിൽ അവർ താമസിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടി ആ ഒരു ഹൗസ് പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നു എന്ന് പറയാം, ഇല്ലേ? A self-occupied house property is used for residential purpose and this may be occupied by the taxpayer's family, parents and or spouse and children. ഇവരിൽ ആരെങ്കിലും ആയിരിക്കാം അതിൽ ഓക്യുപ്പൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്തരം കേസിൽ ആ ഒരു സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിയുടെ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് നില്ലായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിയാണ്, അത് ടാക്സ് പെയറുടെ ഫാമിലി, അവരുടെ പാരന്റ്സ്, സ്പൗസ്, ചിൽഡ്രൻസ് ഇവരാണ് അതിൽ ഒക്യുപ്പൈ ചെയ്തിട്ടില്ലെങ്കിൽ, അതിൽ താമസിക്കുന്നത് എങ്കിൽ അത്തരത്തിലുള്ള ഒരു റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടിയുടെ വാല്യൂ നില്ലായിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് ദ ഗ്രോസ് ആനുവൽ വാല്യൂ ഓഫ് എ ഹൗസ് പ്രോപ്പർട്ടി പാർഷ്യലി സെൽഫ് ഓക്യുപ്പൈഡ് ആൻഡ് പാർഷ്യലി ലെറ്റ് ഔട്ട്, അല്ലെ? പാർട്ട്ലി അതെന്താണ്? സെൽഫ് ഓക്യുപ്പൈഡ് ആണ്, പാർട്ട്ലി ലെറ്റ് ഔട്ട് ആണ്. അപ്പം പകുതി ഭാഗം നമ്മൾ താമസിക്കുന്നുണ്ട്, അതിന് മറുപകുതി നമ്മൾ ലെറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ, സോ ഇഫ് ദ യൂണിറ്റ് ആർ ഇൻസെപ്പറബിൾ, അപ്പൊ നമുക്കത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, സെൽഫ് ഓക്യുപ്പൈഡ് ഇത്ര പോർഷൻ ആണ്, ലെറ്റ് ഔട്ട് ഇത്ര പോർഷൻ ആണെന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ വൺ ഹൗസ് ആൻഡ് നോ ബെനിഫിറ്റ് ഓഫ് സെൽഫ് ഓക്യുപ്പേഷൻ ഇസ് അലൗഡ്. അപ്പൊ അത്തരം കേസിൽ നമ്മൾ അതിനെ ഒരു വീടായിട്ട് പരിഗണിക്കും. അപ്പൊ ആ ഒരു ടാക്സ് പെയർക്ക് എന്തിന്റെ ബെനിഫിറ്റ് ലഭിക്കില്ല? സെൽഫ് ഓക്യുപ്പേഷന്റെ ബെനിഫിറ്റ് അതിൽ നിന്നും ലഭിക്കുന്നില്ല. അപ്പൊ രണ്ടായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അതിനെ ലെറ്റ് ഔട്ട് ചെയ്ത പ്രോപ്പർട്ടി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ സെൽഫ് ഓക്യുപ്പേഷന്റെ ബെനിഫിറ്റ് ആ ഒരു അസസിക്ക് ലഭിക്കുന്നില്ല. ദെൻ സെക്കൻഡ് കേസ്, ഇഫ് ദ യൂണിറ്റ് ആർ സെപ്പറബിൾ, നമുക്കത് ഇത്രയാണ് സെൽഫ് ഓക്യുപ്പൈഡ്, ഇത്ര ലെറ്റ് ഔട്ട് ആണ്, ഏരിയ ആണ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അതിന്റെ ട്രീറ്റ്മെന്റ്? അപ്പൊ ആ ഒരു ബെനിഫിറ്റ് ആൾക്ക്, ആ സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടിയുടെ ബെനിഫിറ്റ് ആൾക്ക് അതിൽ നിന്നും ലഭിക്കുന്നുണ്ട്. അപ്പൊ അത്തരം കേസിൽ നമ്മൾ അതൊരു സെപ്പറേറ്റ് ഹൗസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. If the unit are separable, each unit or part is to be treated as a separate house and the benefits thereon is provided. അപ്പൊ അയാൾക്ക് എന്തിന്റെ ബെനിഫിറ്റ് കിട്ടും? അയാൾ താമസിക്കുന്നതിന്റെ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയുടെ ആ ഒരു ബെനിഫിറ്റ് അയാൾക്ക് ലഭിക്കും. അതിന്റെ വാല്യൂ നില്ലായിട്ട് ട്രീറ്റ് ചെയ്യും. സെപ്പറേറ്റ് ചെയ്യുന്ന മറ്റേ പോർഷനിൽ, ലെറ്റ് ഔട്ട് ചെയ്ത പോർഷന് അയാൾ ടാക്സ് അടയ്ക്കാനുള്ള ബാധ്യതയും അയാൾക്ക് വന്നു ചേരുന്നുണ്ട്. Then if the house property is let out for part of the year and is used for self occupation for other part of the year, no benefit of self occupancy is allowed. അപ്പൊ അതുപോലെ തന്നെ ആ ഒരു ഹൗസ് പ്രോപ്പർട്ടി അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു വർഷത്തിൽ കുറച്ച് ഭാഗം വാടകയ്ക്ക് കൊടുത്തു, ബാക്കിയുള്ള ഒരു 6 മാസം അയാൾ അതിൽ താമസിക്കുകയാണ് എങ്കിൽ ആൾക്ക് എന്തിന്റെ ബെനിഫിറ്റ് കിട്ടില്ല? സെൽഫ് ഓക്യുപ്പേഷന്റെ ബെനിഫിറ്റ് അവിടെ ലഭിക്കില്ല. അത് നമ്മൾ എന്ത് ചെയ്യും? ലെറ്റ് ഔട്ട് ചെയ്തതായിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പൊ സെൽഫ് ഓക്യുപ്പേഷൻ അയാൾ എത്ര മാസമാണോ സെൽഫ് ഓക്യുപ്പൈൽ അത് ചെയ്തിട്ടുള്ളത്, അതിന്റെ ഒരു ബെനിഫിറ്റ് അയാൾക്ക് അതിൽ നിന്നും ലഭിക്കില്ല. ഓക്കെ, ചെയ്ത് നോക്കാം. ഈ ഒരു ഏരിയയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ. Compute the annual value of the house from the information given below. 2/3 portion of the house is self-occupied. 1/3 portion of the house let out for rupees 10,000. During the previous year, the let out portion remained vacant for 3 months and the tenant did not pay the rent for 1 month. And conditions for recovering unrealized rent was not taken by the landlord. Municipal value rupees 2,40,000. മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് rupees 72,000. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. തന്നിട്ടുള്ള ഇൻഫോർമേഷൻ നോക്കിയാൽ അറിയാം, ഒരു വീട്ടിൽ എന്താണ് അതിന്റെ 2/3 പോർഷന് സെൽഫ് ഓക്യുപ്പൈഡ് ആണ്, 1/3 പോർഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? ലെറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടല് 2/3 പോർഷൻ സെൽഫ് ഓക്യുപ്പൈഡും അതിന്റെ 1/3 പോർഷൻ ആണ് ലെറ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. 10,000 രൂപയ്ക്കാണ് ലെറ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ആ പ്രീവിയസ് ഇയറിൽ എന്ത് ചെയ്തിട്ടുണ്ട്? 3 മാസം അത് വേക്കൻറ്റ് ചെയ്തിട്ട് കിടന്നിട്ടുണ്ട്. അതുപോലെ 1 മാസത്തെ റെന്റ് പേ ചെയ്തിട്ടില്ല. അപ്പൊ അത് റിക്കവർ ചെയ്യാനുള്ള പ്രൊസീജിയർ ഒന്നും തന്നെ ആര് ടേക്ക് ചെയ്തിട്ടില്ല? ലാൻഡ് ലോഡ് എടുത്തിട്ടില്ല. ദെൻ അതിന്റെ മുനിസിപ്പൽ വാല്യൂ പറയുന്നുണ്ട് 2,40,000. മുനിസിപ്പൽ ടാക്സ് പേ ചെയ്തത് 72,000 ആണ്. എങ്ങനെയത് സോൾവ് ചെയ്യാന്നുള്ളത് നോക്കാം നമുക്ക്. കമ്പ്യൂട്ടേഷൻ ഓഫ് ദി ആനുവൽ വാല്യൂ ഓഫ് ദി ഹൗസ്.
അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താണ്, സെൽഫ് ഒക്യുപ്പൈഡ് പോർഷൻ ഇവിടെ നമുക്ക് സെഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ. ഇത്ര പോർഷൻ ലെറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്, ഇത്ര പോർഷൻ ആണ് സെൽഫ് ഒക്യുപ്പൈഡ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം സെൽഫ് ഒക്യുപ്പൈഡ് പോർഷന്റെ വാല്യൂ എന്ന് പറയുന്നത്, ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് നില്ലാണ് അല്ലെ. നമ്മൾ ഓൾറെഡി അത് പഠിച്ചിട്ടുണ്ട്. സോ ദ സെൽഫ് ഒക്യുപ്പൈഡ് annual value of the self-occupied house is a nil. Then നമുക്ക് ഇനി അടുത്തതായിട്ട് നോക്കേണ്ടത് ലെറ്റ് ഔട്ട് പോർഷന്റെ വാല്യൂ എങ്ങനെയാ വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഗ്രോസ് ആനുവൽ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ഗ്രോസ് ആനുവൽ വാല്യൂ നമുക്ക് എങ്ങനെ എടുക്കാം? അപ്പൊ അവിടെ എക്സ്പെക്ടഡ് റെന്റ് ഉണ്ടായിരിക്കും, ആക്ച്വൽ റെന്റ് ഉണ്ടായിരിക്കും അല്ലെ. ആക്ച്വൽ റെന്റ് എത്ര എമൗണ്ട് വരുന്നത്? 1 ഇയറിലേക്ക് 10,000 പെർ മന്ത് ആണെങ്കിൽ 1,20,000 വരും. ദെൻ 3 മന്ത് വേക്കന്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. സോ ദ ആക്ച്വൽ റെന്റ് ഈസ് 90,000. ദെൻ എക്സ്പെക്ടഡ് റെന്റ് എന്ന് പറയുന്നത് 80,000 ആണ്. എങ്ങനെയാണ് 80,000? 10,000 ആണ് പെർ മന്ത് അല്ലെ. അതിൽ 3 മന്ത് വേക്കന്റ് ആണ്, അതുപോലെ തന്നെ 1 മന്ത് റെന്റ് പേ ചെയ്തിട്ടില്ല. സോ ദ എക്സ്പെക്ടഡ് റെന്റ് ഈസ് 80,000 ആൻഡ് ദ ആക്ച്വൽ റെന്റ് വാസ് ₹90,000. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ലെറ്റ് ഔട്ട് പോർഷന്റെ ആക്ച്വൽ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് എക്സ്പെക്ടഡ് റെന്റ് ഓർ ആക്ച്വൽ റെന്റ് വിച്ച് എവർ ഈസ് ഹയർ ആണ്. സോ ദ ഹയസ്റ്റ് എമൗണ്ട് ഈസ് 90,000. നമ്മൾ 90,000 എടുത്തു. ദെൻ ഇനി അതിൽ നിന്ന് നമുക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റുന്നത് മുനിസിപ്പൽ ടാക്സിന്റെ പേയ്മെന്റ് ആണ്. അപ്പൊ ടോട്ടൽ മുനിസിപ്പൽ ടാക്സ് പേ ചെയ്തത് 72,000 ആണ് മുനിസിപ്പൽ ടാക്സിന്റെ പേയ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ അതിൽ നിന്നും എന്ത് ചെയ്യാം? നമുക്ക് 1/3 പോർഷൻ ആണ് ലെറ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. 1/3 പോർഷൻ ഓഫ് 72,000 ദാറ്റ് ഇസ് 24,000. 24,000 ആണ് നമുക്ക് മുനിസിപ്പൽ വാല്യൂ ഡിഡക്ട് ചെയ്യാൻ പറ്റുന്നത്. ദെൻ ബാലൻസ് ഫിഗർ ആണ് എന്ത്? ആനുവൽ വാല്യൂ ദാറ്റ് ഇസ് അമൗണ്ട്സ് ടു ₹66,000. രണ്ട് സിറ്റുവേഷനിലും സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിയുടെ വാല്യൂ നില്ലാണ്, അതുപോലെ ലെറ്റ് ഔട്ട് പോർഷൻ്റെ നമുക്ക് കിട്ടിയതിന്റെ ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് 66,000 ആണ്. അപ്പൊ ആൾക്ക് ഇതിൽ നിന്നും അൺറിയലൈസ്ഡ് റെന്റ് ഉണ്ട് അല്ലെ, 1 മന്ത് റിയലൈസ് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് റിക്കവർ ചെയ്യാനുള്ള പ്രൊസീജിയർ ഒന്നും എടുക്കാത്തതുകൊണ്ട് തന്നെ അത് ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൽ നിന്നും ഡിഡക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ. ദ നെക്സ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഗ്രോസ് ആനുവൽ വാല്യൂ ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരാൾക്ക് 2-ലധികം ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അതെല്ലാം അയാൾ സെൽഫ് ഓക്യുപ്പേഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അത്തരം സിറ്റുവേഷനിൽ ഇതിൽ 2 വീട് അത് അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് അയാൾക്ക് 2 വീട് എന്ത് ചെയ്യാൻ പറ്റും? സെൽഫ് ഓക്യുപ്പേഷന് വേണ്ടിയായിട്ട് കൺസിഡർ ചെയ്യാം. ബാക്കിയുള്ള എല്ലാ വീടുകളും ഡീം ടു ബി ലെറ്റ് ഔട്ട് ആയിട്ട് എടുക്കും. ഓക്കെ. സോ Fanassi owns more than 2 house property using all of them for self occupation. In such a case, only 2 houses of his choice is treated as self occupied and all other houses will be considered as deemed let out. സോ അപ്പൊ ഇതിൽ നമ്മൾ പറഞ്ഞു 2 വീട് മാത്രമേ അയാൾക്ക് സെൽഫ് ഓക്യുപ്പേഷന് വേണ്ടി എടുക്കാനായിട്ട് ആ ഒരു ബെനിഫിറ്റ് അയാൾക്ക് ലഭിക്കുകയുള്ളൂ. ബാക്കിയുള്ള എല്ലാ വീടിനും അയാൾ അത് ലെറ്റ് ഔട്ട് ചെയ്തതായിട്ടാണ് പരിഗണിക്കുന്നത്. 2 ഹൗസ് പ്രോപ്പർട്ടീസ് നമ്മൾ സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടീസ് ആയിട്ട് പരിഗണിക്കുന്നത് 2019 ഫിനാൻസ് ആക്ടിലെ അമെൻമെന്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഇതിന് മുൻപേ ഉണ്ടായിരുന്നത്, അതായത് ഈ അമെൻമെന്റ് വരുന്നതിന് തൊട്ട് മുൻപേ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം, ഒരു പ്രോപ്പർട്ടി അത് മാത്രമേ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, ഒരു ടാക്സ് പെയർക്ക് സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആയിട്ട് എടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അതായത് 2-ൽ കൂടുതൽ വീടുകൾ ഉണ്ടെങ്കിൽ പോലും അയാൾക്ക് ഒന്ന് മാത്രമേ ഹൗസ് പ്രോപ്പർട്ടി, അതായത് ഒരു ഹൗസ് പ്രോപ്പർട്ടി മാത്രമേ സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആയിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ബാക്കിയുള്ള എല്ലാ പ്രോപ്പർട്ടീസും ഡീം ടു ബി ലെറ്റ് ഔട്ട് ആയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഫ്രം ദി അസസ്മെന്റ് ഇയർ 2020-21 ഓൺവേർഡ്സ് 2 ഹൗസ് പ്രോപ്പർട്ടീസ് ക്യാൻ ബി ടേക്കൺ ആസ് എ സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടീസ്. 2019 ഫിനാൻസ് ആക്ടിലെ അമെൻമെന്റിനെ ബേസ് ചെയ്തിട്ട് അസസ്മെന്റ് ഇയർ 2020-21 മുതൽ 2 പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യാൻ പറ്റും? ഹൗസ് പ്രോപ്പർട്ടീസ് സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടീസ് ആയിട്ട് പരിഗണിക്കുന്നതിനായിട്ട് കഴിയുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഈ ഒരു അമെൻമെന്റിന്റെ ഒരു ഇഫക്റ്റ് എന്ന് പറയുന്നത്, ഈ അമെൻമെന്റ് വരുന്നതിന്റെ തൊട്ട് മുൻപേ ഉണ്ടായിരുന്ന സിറ്റുവേഷൻ 2 പ്രോപ്പർട്ടീസിൽ നമ്മൾ പറഞ്ഞു 2-ലധികം പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ അതിൽ ഒന്ന് മാത്രമാണ് അയാൾ സെൽഫ് ഒക്യുപ്പേഷന്റെ ബെനിഫിറ്റ് ലഭിക്കുന്നത്. അപ്പൊ അയാൾ എന്ത് ചെയ്യും? ഫോർ ദ സെക്കൻഡ് പ്രോപ്പർട്ടീസ് ഡീം ടു ബി ലെറ്റ് ഔട്ട്, നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ ആളുടെ പ്രോപ്പർട്ടിയെ നമ്മൾ ലെറ്റ് ഔട്ട് ചെയ്തതായിട്ട് പരിഗണിക്കും. അപ്പൊ ആ ഒരു കേസിൽ ഹീസ് എലിജിബിൾ ടു ടേക്ക് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24B for the interest on housing loan without any monetary limit. അപ്പോൾ രണ്ടാമത്തെ വീട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ലെറ്റ് ഔട്ട് ആയിട്ടാണ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആൾക്ക് സെക്ഷൻ 24 സബ്സെക്ഷൻ B പ്രകാരമുള്ള ഒരു ഡിഡക്ഷൻ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ലിമിറ്റ് ഇല്ലാതെ, ഒരു മോണിറ്ററി ലിമിറ്റ് ഇല്ലാതെ തന്നെ ആൾ അങ്ങനെ ആ ഒരു രീതിയിൽ ഡിഡക്ഷൻ ആൾക്ക് എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരം ഡിഡക്ഷൻ എടുക്കാൻ അയാൾ എലിജിബിൾ ആയിരുന്നു. എന്നാൽ ഇങ്ങനെ ഒരു അമെൻമെന്റ് വന്നതിന് ശേഷം 2 പ്രോപ്പർട്ടി എന്ത് ചെയ്യുന്നുണ്ട്? സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അയാൾക്ക് മാക്സിമം എന്ന് പറയുന്നത് 2 ലക്ഷം രൂപ വരെ മാത്രമേ ഇൻട്രസ്റ്റ് ഓൺ ഹൗസിംഗ് ലോൺ ആയിട്ട് 2 വീടിനും കൂടെ ഡിഡക്ഷൻ അയാൾ എലിജിബിൾ ആവുന്നുള്ളൂ. എ മാക്സിമം ഓഫ് 2 lakh.
Okay, so for the second house is a self-occupied house property and is eligible for a total deduction of maximum rupees 2 lakh only towards interest on housing loan of both the properties. അപ്പോൾ രണ്ട് പ്രോപ്പർട്ടീസിനും കൂടി മാക്സിമം അയാൾക്ക് 2 ലക്ഷം രൂപ വരെ ഈ അമെൻമെന്റിന് ശേഷം ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് രണ്ടിൽ കൂടുതൽ ഹൗസ് പ്രോപ്പർട്ടീസ് ഉണ്ട്, അതെല്ലാം തന്നെ സെൽഫ് ഓക്യുപ്പേഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ രണ്ട് വീട് അയാളുടെ ചോയ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ടാക്സ് പെയറുടെ ചോയ്സിന്, അസസിയുടെ ചോയ്സിന് സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളതാണ് ഡീം ടു ബി ലെറ്റ് ഔട്ട് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി ഇതിലൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. Mr. Shankar is the owner of 3 houses which he uses for his residential purpose. Compute the annual value of the house property for the assessment year 2021-22 from the following information. First, 3 ഹൗസിന്റെ കാര്യം പറയുന്നുണ്ട്. ഫസ്റ്റ് ഹൗസിന്റെ റെന്റൽ വാല്യൂ 2,40,000, സെക്കൻഡ് ഹൗസ് 24,000, തേർഡ് ഹൗസ് 1,20,000. Then municipal tax paid at the rate 10% of the fair rental value. Then fire insurance premium paid 2,400, 400 and 7,000 for the first, second and third house respectively. And also the assessee specify the first and third house for exemption under section 23 subsection 2. ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പം 3 വീട് ഉണ്ടായിരുന്നു ശങ്കറിന് അല്ലെ. ആ 3 വീടിൽ ആള് സെക്ഷൻ 23 സബ്സെക്ഷൻ 2 എന്താണ് ഈ സെക്ഷനിൽ സ്പെസിഫൈ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിയുടെ ഗ്രോസ് ആനുവൽ വാല്യൂ എങ്ങനെയാണ് കാണേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ വാല്യൂ വരുന്നത് എന്നുള്ളതാണ് സെക്ഷൻ 23 സബ്സെക്ഷൻ 2 പറയുന്നത്. അപ്പം ശങ്കർ ആളുടെ ഫസ്റ്റും തേർഡ് ഹൗസുമാണ് സെൽഫ് ഓക്യുപ്പേഷന് വേണ്ടി ഉപയോഗിച്ചതായിട്ട് ക്ലെയിം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് അതിന്റെ ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. കമ്പ്യൂട്ടേഷൻ ഓഫ് ദി ആനുവൽ വാല്യൂ ഓഫ് ഹൗസ് പ്രോപ്പർട്ടി ഫോർ ദ അസസ്മെന്റ് ഇയർ 2021-22. നേരത്തെ പറഞ്ഞു ഫസ്റ്റ് ഹൗസ് അത് സെൽഫ് ഓക്യുപ്പേഷന് വേണ്ടിയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് പറഞ്ഞു. സോ ദ ഗ്രോസ് ആനുവൽ വാല്യൂ ഓഫ് ദി ഫസ്റ്റ് സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് ഈസ് നിൽ. Okay, then the gross annual value of the second house, it is treated as deemed to be let out. അല്ലെ, അത് ലെറ്റ് ഔട്ട് ചെയ്തതായിട്ട് ആൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 24,000 ആണ്. അതിന്റെ ഫെയർ റെന്റൽ വാല്യൂ എന്ന് പറയുന്നത് 24,000 ആണ്. അതിൽ നിന്ന് നമുക്ക് ഇനി മുനിസിപ്പൽ ടാക്സ് മൈനസ് ചെയ്യാനായിട്ട് പറ്റും. മുനിസിപ്പൽ ടാക്സ് ഫെയർ റെന്റൽ വാല്യൂയുടെ 10% ആണ് പേ ചെയ്തിട്ടുള്ളത്. 24,000ന്റെ 10% 2,400 ആണ് മുനിസിപ്പൽ ടാക്സ് പേയ്മെന്റ് വരുന്നത്. സോ ബാലൻസ് എമൗണ്ട് എന്ന് പറയുന്നത് 21,600. ഇറ്റ് ഈസ് ദ ആനുവൽ വാല്യൂ ഓഫ് ദി ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി. അപ്പൊ ഇവിടെ ഒരു ഫയർ ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്ത കാര്യം പറയുന്നുണ്ടല്ലേ. അപ്പൊ ഇത്തരത്തിലുള്ള എക്സ്പെൻസസുകൾ ഒന്നും തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിൽ നിന്നും ഡിഡക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിന് ഓവറോൾ ഒരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നമ്മൾ ചെയ്യൂ. ഇനി സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആൾക്ക് 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഇതിൽ നിന്നും ഡിഡക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ തേർഡ് കേസ് എന്ന് പറയുന്നത് തേർഡ് ഹൗസ് ആണ്. അപ്പൊ തേർഡ് ഹൗസ് സെൽഫ് ഓക്യുപ്പേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് ആൾറെഡി ക്ലെയിം ചെയ്തിട്ടുണ്ട്. സോ അതിന്റെ വാല്യൂ നില്ലാണ് അല്ലെ. ഫസ്റ്റ് ആൻഡ് തേർഡ് ഹൗസ് സെൽഫ് ഓക്യുപ്പേഷന് വേണ്ടി ആയതുകൊണ്ട് തന്നെ അതിന്റെ ഗ്രോസ് വാല്യൂ നില്ലാണ്. അതുകൊണ്ട് നമുക്ക് മുനിസിപ്പൽ ടാക്സ് ഡിഡക്ട് ചെയ്യാനായിട്ട് കഴിയില്ല. ഓക്കെ, ദ നെക്സ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഗ്രോസ് ആനുവൽ വാല്യൂ ഓഫ് സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് റിമൈനിങ് വേക്കന്റ് ഡ്യൂ ടു എംപ്ലോയ്മെന്റ്. എംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ സെൽഫ് ഓക്യുപ്പേഷന് വേണ്ടി ഉപയോഗിക്കുന്ന വീട് വേക്കന്റ് ആയിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ, സോ ദ ഇൻകം ഫ്രം ഹൗസ് മെയിൻ ഫോർ സെൽഫ് റെസിഡൻസ് ബട്ട് കുഡ് നോട്ട് ബി occupied throughout the previous year on account of his service, business, profession at any other place. അസസിയുടെ ജോലിയുമായി ബന്ധപ്പെട്ടില്ല, അയാളുടെ ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ, അയാളുടെ സർവീസുമായി ബന്ധപ്പെട്ട് റെസിഡൻസിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർട്ടി പ്രീവിയസ് ഇയറിൽ മുഴുവനായിട്ടും ഒഴിഞ്ഞു കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ആനുവൽ വാല്യൂ നില്ലായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഒരാൾ കൊച്ചിയിലാണ് താമസിക്കുന്നത്, അയാൾക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് എറണാകുളത്തേക്ക് പോകേണ്ടി വരുവാണ്. അവിടെ അയാൾക്ക് സ്വന്തമായിട്ട് വീടില്ല, ആളൊരു റെന്റഡ് ഹൗസിലാണ് താമസിക്കുന്നത് എങ്കിൽ ഇവിടെ കൊച്ചിയിലുള്ള വീട് ത്രൂ ഔട്ട് ദ പ്രീവിയസ് ഇയർ ഒഴിഞ്ഞു കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആനുവൽ വാല്യൂ നില്ലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, last case is ownership of a property. So ownership means where a single property is owned by more than one person. അല്ലെ, ഒന്നിലധികം ആളുകൾ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ഓണർഷിപ്പ് എന്ന് പറയുന്നത്. ആൻഡ് മൾട്ടിപ്പിൾ യൂസേഴ്സ് ഓഫ് എ സിംഗിൾ പ്രോപ്പർട്ടി, then the income shall be taxed in the horns of all such owners in the ratio of their ownership. അപ്പൊ അവരുടെ ഓരോ ഓണർഷിപ്പിന്റെ ഒരു ഷെയർ ഉണ്ടായിരിക്കും അല്ലെ, എക്ക് ഇത്ര ബിക്ക് ഇത്ര എന്ന് പറഞ്ഞിട്ട് ആ ഷെയറിനെ ബേസ് ചെയ്തിട്ടാണ് അവർക്ക് ടാക്സ് ലയബിലിറ്റി വരുന്നത്, അവരുടെ ഇൻകം ടാക്സ് ചാർജ് ചെയ്യുന്നത്. ദെൻ അതുപോലെ തന്നെ ഇൻകം
ഇൻകം, ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ഇൻകം ഡിറ്റർമൈൻ ചെയ്യുന്നതും അതുപോലെ ഓരോ ഓണേഴ്സിനും ഓരോ കോ ഓണേഴ്സിനും അലോക്കേറ്റ് ചെയ്യുന്നതും അവരുടെ ഷെയറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതിൽ ഏതെങ്കിലും ഒരു കോർണർ അവരുടെ പ്രോപ്പർട്ടി റെസിഡൻസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആൾക്ക് അതിന്റെ ഒരു കൺസെഷണൽ ട്രീറ്റ്മെന്റ് ആ സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടിക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് കോർണർഷിപ്പ് ഓഫ് എ പ്രോപ്പർട്ടിയുടെ ട്രീറ്റ്മെന്റ് വരുന്നത്. അവർ സെൽഫ് ഓക്യുപ്പേഷന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും കോർണർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് ആൾക്ക് ലഭിക്കും.